നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാക്കോബായ വിഭാഗം നടത്തിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. യാക്കോബായ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ വാഗ്ദാനം നൽകി കയ്യടി വാങ്ങാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയായിരുന്നുവെന്ന് സഭ മാധ്യമ വിഭാഗം പ്രസിഡന്റും കോട്ടയം ഭദ്രാസന മെത്രോപൊലിത്തയുമായ യുഹന്നോൻ മാർ ദിയോസ്കോറസ് അസോസിയേഷൻ സെക്രട്ടറി എന്നിവർ ആരോപിച്ചിരിക്കുന്നു. രാഷ്ട്രീയ താൽപ്പര്യത്തിനു വേണ്ടി സഭാ തർക്കം ഉപയോഗിക്കുന്നത് ലജ്ജാകരമാണെന്നും സഭാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തർക്ക വിഷയങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിൻ്റെ മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയത് വേദനാജനകമാണ്. അദ്ദേഹം നടത്തിയത് ഭരണഘടനാ ലംഘനമാണ്. സഭയുടെ സമീപനത്തോടെ തികഞ്ഞ അവഗണനയും നിഷേധാത്മക സമീപനവും മുഖ്യമന്ത്രി കൈക്കൊണ്ടു. ആട്ടിൻതോലിട്ട ചെന്നായ എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പറയുകയുണ്ടായി. രണ്ട് സഭകളായി മാറണമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് സർക്കാർ ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന അട്ടിമറികളെ സഭ ആശങ്കയോടാണ് കാണുന്നതെന്നും നിയമത്തിനും സത്യത്തിനും വിരുദ്ധമായി മലങ്കര സഭയെ തകർക്കാൻ ആരും ശ്രമിച്ചാലും സഭ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി പറഞ്ഞു. സുപ്രീം കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെട്ട സഭാ വിഷയത്തിൽ പുതിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പ്രകടമാകുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിന് അവസാനം കുറിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കി സമാധാനം സ്ഥാപിക്കുന്നതിന് പകരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് പുതിയ തർക്കങ്ങൾ രൂപപ്പെടാനും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വീണ്ടും സഭയുടെ ഭാവി നിയമ പോരാട്ടങ്ങളിലേക്ക് വഴുതി വീഴാനും ഇടയാക്കും. നിയമപരമായി നിലനിൽപ്പില്ലാത്തവർക്ക് പുതിയ അസ്തിത്വം വാഗ്ദാനം ചെയ്ത് വഴിവിട്ട സഹായം നൽകാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അറിയിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗങ്ങളിലെല്ലാം സമാധാനം സ്ഥാപിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ സമീപനത്തോടെ തികഞ്ഞ അവഗണനയും നിഷേധാത്മക സമീപനവുമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നതെന്നും സഭാ നേതൃത്വം പറഞ്ഞു. മലങ്കര മെത്രോപൊലിത്ത സ്ഥാനം അന്ത്യോഖ്യ പാത്രിയാർക്കിസ് പ്രഖ്യാപിച്ചു എന്നത് വിചിത്രമാണ്. മലങ്കര മക്കൾ തെരഞ്ഞെടുത്ത് രാജകീയ വിളംബരത്തിലൂടെ അംഗീകരിക്കപ്പെട്ടിരുന്ന ഈ സ്ഥാപനം ഇന്ന് കൈയാളുന്നത് ആരാണെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സന്ദർശക വിസയിൽ ഇന്ത്യയിലെത്തിയ ഒരാൾ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ആഹ്വാനം പരസ്യമായി നടത്തുന്നതിൽ നിയമലംഘനമാണ്. ഇന്ത്യൻ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം പ്രകോപനപരവും ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയെ അവഹേളിക്കുന്നതുമാണെന്ന് സഭാ നേതൃത്വം അഭിപ്രായപ്പെടുന്നു.